കൂട്ടുകാരെ നമുക്കിന്ന് ഇങ്ങനത്തെ ഒരു സ്വാഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഹോമിൽ തന്നെ ഉണ്ടാക്കാം. കുറച്ച് സാധനങ്ങളാണ് വേണ്ടത്. ആദ്യം വേണ്ടത് ഇങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സ്. ഞാൻ അവിടെ 6 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇതിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ വേണ്ടത് സിസേഴ്സ്, കത്രിക, പിന്നെ സ്റ്റാപ്ലർ. ആദ്യം നമുക്ക് ഇങ്ങനൊരു പേപ്പർ എടുക്കാം. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാം. ഇങ്ങനെ പ്ലെയിൻ ഉണ്ടാക്കാൻ പോകുന്ന രീതിയിൽ ഇങ്ങനെ മടക്കാം, കറക്റ്റ് സെൻറ്ററിലായിട്ട്. പിന്നെ ഇതിങ്ങനെ മടക്കുക. ഇത് ഇത്തിരി ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ഇത് മടക്കണം, കറക്റ്റ് പെർഫെക്റ്റായി മടക്കാം. ഇപ്പോഴത്തെ സൈഡിലും അതുപോലെ തന്നെ. പിന്നെ അതിങ്ങനെ മടക്കണം, ഇതിങ്ങനെ മടക്കണം, പിന്നെ അതിങ്ങനെ അപ്പോൾ അതിങ്ങനെ കിട്ടും. ഇത് നമ്മൾ മാറ്റി. ഇനി വേറൊരു പീസ് എടുത്തിട്ട് മാറ്റി വെച്ച പീസ് നമുക്ക് എടുക്കാം. സോറി ഗൈസ്, ഇങ്ങനെ നമുക്കത് ഇവിടെ വയ്ക്കാം. നേരത്തെ ചെയ്തതുപോലെ ഏകദേശം ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കറക്റ്റ് നമുക്കതൊന്ന് ഊരെടുത്തിട്ട് നമുക്ക് റീഫിറ്റ് ചെയ്യാം. റീഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിപ്പോൾ ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ചെയ്തിട്ട് ഇങ്ങനെ നോക്കാം. എന്തൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെയും മടക്കണം. ഇവിടെ വണ്ടികൾ പോണ ശബ്ദം കേൾക്കും, അത് ഒന്ന് ക്ഷമിക്കുക. ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ പെർഫെക്ഷൻ കുറവുണ്ടായിരിക്കും, അതും തീർച്ചയായും ക്ഷമിക്കുക. നമുക്ക് നേരത്തെ വെച്ച പീസിൻ്റെ ഭാഗത്തോടെ കയറ്റാം. ബാക്ക് ഭാഗത്തോടെ നമുക്ക് താഴെ വെച്ച് കയറ്റിയിട്ടുണ്ട്. അവിടെ കടന്നുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു പീസും കൂടി ഉണ്ടാക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് തെറ്റിയില്ല. നേരത്തെ ആയി ഈ സമയത്ത് എൻ്റെ ശരിയായി അവിടെ കയറ്റുമ്പോൾ ചെറിയൊരു വേറെ ആളുടെ ഹെൽപ്പ് വേണ്ടി വരും. പക്ഷെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ടൈം നമ്മളെല്ലാം ഫോൾഡ് ചെയ്ത് പോകും. അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ലൂസാകാൻ സാധ്യതയുണ്ട്. എന്നല്ല, ലൂസായി ഗൈസ്, തെറ്റി ഗൈസ്. ചെയ്തില്ല. ഞാൻ മുമ്പ് ഫിറ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഇതിങ്ങനെ റോളാക്കി കൊണ്ടുവരാം. നമുക്ക് ഫിറ്റ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ. ഒരു വാരം പക്ഷെ ഇപ്പോൾ നമുക്ക് അടുത്ത പീസ് ഫോൾഡ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ നമുക്ക് വേറൊരു പീസും കൂടി ഒന്ന് ഫോൾഡ്. നമുക്ക് മുകളിലേക്കൂടെ കയറ്റാം. അപ്പോൾ ഇട്ടും കൂടി സിമ്പിളായി കയറ്റാം.
ഇതൊന്ന് റീഫിറ്റ് ചെയ്യാം. പറ്റുന്നതുകൊണ്ട് ശ്രമിക്കും. പ്രൊഫഷണലാണ്. ഇപ്പുറത്തോടെ കയറ്റാം. ഇതിൽ പോലെയാണ് നേരത്തെ കയറ്റിയത്. നമ്മളത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ചെയ്യാം. ചെറുതായി തെറ്റുണ്ട്, ക്ഷമിക്കുക. ഇതൊന്ന് ഇങ്ങനെ ഇടാം. അപ്പോൾ ഇത് ടൈറ്റ് ആയിരിക്കും, പക്ഷെ ഇതിൻ്റെ അപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. നമുക്ക് അപ്പോൾ കൂടി ചെയ്തു. നമുക്കറിയാവുന്നത് പോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ചെയ്തു. ഒരു പീസും കൂടിയാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയും പേപ്പറിൽ ആവശ്യമില്ല. തെറ്റിപ്പോവാണ് കൂട്ടുകാരെ. എന്താണാവോ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റൊന്നും ഞാൻ വേറെ വസ്തുവോടെ ചെയ്യുന്നു. നമ്മളിത് ഇങ്ങനെയാക്കി എടുത്തത് നമുക്കിത് നേരത്തെ പോലെ വെക്കാം. തള്ളി കൊടുക്കും. ഇത് പിന്നെ നമ്മളിത് സെറ്റ് ചെയ്യണം. റിലീസ് ആക്കിയത് നമ്മൾ പിന്നെ എടുക്കുമ്പോൾ നമുക്കിത് സെറ്റാം. പോയി നമ്മൾ പിന്നെ എന്താ സെറ്റ് ചെയ്യണം. നമുക്ക് അടുത്തത് ചെയ്തെടുക്കാം. ഇത്തിരി പണിയുള്ള കാര്യമാണ്. എനിക്കിത് ഇത്തിരി പണിയാണ്. നിങ്ങളുടെ കാര്യം എനിക്കറിയാം. ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലേക്ക് വേണം അത് നമ്മൾ ചെയ്യണം. അടുത്തത് വയ്ക്കാം. അടുത്തുണ്ടാക്കണം വയ്ക്കാം. എന്താ നിൽക്കുന്നു അത് സാധാരണ അത് നമ്മൾ ഫിക്സ് ചെയ്യാം. ഇതാണ് നമ്മൾ സെഷൻസിൻ്റെ
കട്ടെ നമുക്ക് ഒന്നും കൂടി നമുക്ക് ശരിയാക്കാം. കുറച്ചും കൂടി ഉണ്ട് നമുക്കിതെങ്ങനെ പോകുന്നില്ല. നമ്മളതിൻ്റെ ഉള്ളിൽ അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാപ്ലറിൻ്റെ ഇതാണ്. നമുക്ക് ഇതിൻ്റെ നടുക്ക് നമ്മൾ അടിക്കരുത്, സൈഡിൽ സൂക്ഷിച്ച് നമ്മൾ അടിക്കണം. സൈഡിൽ അടിക്കുക. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇത് നമുക്ക് പിടിയായി യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ കൊടുക്കും. ഇത് നമുക്ക് വണ്ടിയിലൊന്ന് ചെറുതായി അടിക്കേണ്ടി വരും. വണ്ടിയിലടിക്കും. അത് വിട്ട് പോരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ അടിക്കണം. ഇവിടെ ഒരെണ്ണടിക്കുക. അതോടുകൂടി നമ്മൾ ഇത് കഴിഞ്ഞു. ഇനി ഒരു ഭാഗം ഇവിടെ ഒന്ന് ചുറ്റിക്കൊടുക്കും. കുറേ നീളം വേണ്ട, തിരിമാണ്. ചെറു നീളത്തിൽ നമുക്കൊന്ന് ഇതാക്കാം, റൗണ്ട് ചെയ്യാം. എന്ന പീസ് നമുക്ക് മുറുക്കി ഫോൾഡ് ചെയ്യാം. ഇവിടെ വെച്ച് നമ്മളൊരു പിന്നടിക്കും. അവിടെ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കൂടുതലടിക്കാം, വേണമെങ്കിൽ ലാസ്റ്റ് കളർ പിന്നെ ഇവിടെയും നമുക്ക് അടിച്ചു കൊടുക്കാം. നമുക്കിതിങ്ങനെ കിട്ടും. നമുക്കപ്പോൾ ഈ എക്സസ് തന്നെ വാക്കാം. ഇങ്ങനെ ആക്കിയിട്ട് സ്റ്റാമ്പ് അടിക്കാം. ഇത് ഇങ്ങോട്ടൊന്ന് നടക്കാം. നമുക്ക് ഇവിടെ വെച്ച് ഒരെണ്ണയ്ക്ക് മനസ്സിലായി കാണും. ഇവിടെ വെച്ച് നമുക്ക് അടിച്ചിട്ട് ഇനി നമുക്ക് ഇത് സെറ്റായി. നമുക്ക് വേറെ ഒരെണ്ണം. ഇത് ഇത്തിരി ടഫ് പണിയാണ്, ഇത്തിരി റിസ്ക് ഉള്ളത്. ഇവിടെ വെച്ച് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം. അതുഭാഗം അങ്ങനെ ഫോൾഡ് ചെയ്ത് പോവാം. അതിന് മുമ്പ് നമുക്കൊരു പാന വേണം. പാന എടുത്തിട്ട് വേണം. ഇനി നമുക്ക് ഇതിൻ്റെ അളവ് ഇവിടെ ഒന്ന് മാറ്റി വെളുക്കായി ഇവിടെ മാറ്റി ഇവിടെ മാറ്റി ഈ അളവിൽ നമുക്ക് തന്നെ കട്ട് ചെയ്ത് അതിൻ്റെ പാകത്തിന് വേണ്ടി ഞാൻ ഇത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേറെ ഒരെണ്ണം കൂടി എടുക്കാം. അതുപോലെ ചെയ്യാം. ഇതുപോലെ തന്നെ ചെയ്യാം. എക്സസ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നത് ഈ പീസിലേക്ക് ഗ്ലൂ ഇല്ലാത്തത് കൊണ്ടാണ്. ഇതോടെ വെച്ച് ഒരു സ്റ്റാപ്ലർ അടിക്കും.
കണക്ട് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒത്തിരി പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കുറച്ചധികം പ്രഷർ നമ്മൾ വെച്ചിട്ടുണ്ടാവും. ഇതിങ്ങനെ കിട്ടും. നമുക്ക് ഈ ഭാഗം ഇതാവാൻ വേണ്ടി ഇവിടെയും സെയിം ചെയ്യാം. അടിക്കാം. ഈ സെന്റിലേക്ക് കൊണ്ടുവരാം. ഏകദേശം കംപ്ലീറ്റ് അങ്ങനെ കിട്ടി. ചെറിയ ലൂസ് ഉണ്ട്, അതിന് നമുക്ക് വേറൊരു പണി. കറക്റ്റായി കിട്ടിയെങ്കിൽ ഇനി നമുക്ക് മുകളിലേക്ക് ഒരെണ്ണം ചെയ്യേണ്ടി വരും. അത് ഇത്തിരി നോക്കണ്ട. മുകളിലേക്ക് ചെയ്യേണ്ടത് നേരത്തെ പോലെ 2 വശത്താണ്. ഇവിടെ മേടിക്കും. അടിച്ചാൽ നമ്മുടെ സ്വാഡ് കംപ്ലീറ്റ് ആയി. നമുക്ക് ഇതിൻ്റെ ഒരു സാധനം ചെയ്യാം. നമ്മൾ ഇത് നേരത്തെ ചെയ്ത് തന്നെ പിന്നെയും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എക്സസ് ചെയ്യുന്ന പീസ് നമുക്കിവിടെ പിന്നെ ചെയ്യാം. അടിക്കുന്നതിന് മുമ്പ് ഇവിടെ ചെറിയൊരു പണി തന്നു. നമുക്ക് ഇതുപോലെ അടിക്കാം. ഒരെണ്ണം അടിക്കാം. അപ്പം നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേറൊരു ഷീറ്റ് എടുക്കണം. ഈ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റും കവർ ചെയ്യാം. ഒരു ഷീറ്റും കൂടി വേണം. നമുക്ക് ഇവിടെ 2 എണ്ണം വെച്ച് സ്റ്റാപ്പർ അടിക്കാം. അതിൻ്റെ പകുതി മതിയാവും. അത് നമുക്ക് ആ സമയത്ത് കട്ട് ചെയ്തിടാം. ചെറിയ ലെയർ നമുക്ക് സ്റ്റാപ്പർ അടിക്കാം. ഇത്തിരി കയറ്റി അടിച്ചാൽ മതി. രണ്ട് സൈഡിൽ നമുക്ക് കയറ്റി സ്റ്റാപ്പർ അടിക്കാം. ഇനി നമുക്ക് നമ്മൾ സ്വാഡ് വയ്ക്കാം. ഫുള്ളായി കവറായ രീതിയിൽ വേണം വയ്ക്കാൻ. കവറാണ് നമുക്ക് ഇവിടെ ഇത് കിട്ടി. നമുക്ക് ഇവിടെ സ്റ്റാപ്പർ അടിക്കുന്നതിന് മുമ്പ് ഇവിടെ കറക്റ്റാക്കാം. സൈസ് എന്താ പിന്നെയും ചെയ്യാണ്. ഇത് ഈ ഭാഗം ഇവിടെ കോളാവാണ്. ഇതിൻ്റെ സൈസ് ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യും. നമ്മളിവിടെ റോളാക്കി എടുക്കുക. നമുക്കിനി അയക്കാം. നമുക്ക് ഇവിടെ എഴുതുന്നുണ്ട്.
പിന്നെ ഇതുണ്ട്. ഇനി നമുക്ക് ഇവിടെ സ്റ്റാപ്ലർ അടിക്കാം. ഇവിടെ ഒരു പിന്നടിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പുറത്തെ സൈഡിലും ഒരു പിന്നടിക്കാം. അപ്പോൾ നമ്മുടെ സ്വാഡ് റെഡിയായി. ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സൈനിങ് ഔട്ട്. ഇത്രയോ നമ്മുടെ സ്വാഡ്.